ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ 5-6 തെങ്ങുണ്ട് നമുക്ക്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തേങ്ങ ഇട്ടപ്പോൾ കുറച്ചധികം തേങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള തേങ്ങ വെച്ചിട്ട് കുറച്ച് തേങ്ങ നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കാണ്. നമുക്കിന്നത് പൊതിച്ച് കടയിൽ കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടാലോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമുക്ക് കുറച്ച് ചേനയുടെ ഓർഡർ കൂടിയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഞാൻ ചേന നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേനയും കൂടിയും കടയിൽ ചോദിച്ചിട്ടുണ്ട് അവർ, ചേന ഉണ്ടെങ്കിൽ കൊണ്ടുതരുമെന്ന് വെച്ചിട്ട്. നമ്മൾ പറിച്ച് നോക്കണം. പറിച്ചിട്ട് നല്ലതുണ്ടെങ്കിൽ അത് നമുക്ക് കൊണ്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി കണ്ടാലൊന്ന് വായ. ഈ കാണുന്നതൊക്കെ ഉണ്ട് നമുക്ക് പൊതിക്കാനുള്ള നാളികേരം. അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോണേ. നമ്മളിത് ഓരോന്നായിട്ട് പൊതിക്കാൻ പോവാണേ. നീ നിക്കണം. കർത്താവ് എന്നെ തള്ളിടോ നീ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ തേങ്ങയൊക്കെ പൊതിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ചാക്കിലാക്കി നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അതിനുള്ള രീതിയിൽ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് നമ്മൾ ചാക്കിലാക്കി എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ചേന ഒന്ന് പറിച്ച് നോക്കണമെന്ന്. പിന്നെ നമ്മൾ ചേന പറിക്കാനാണ് പോയ പറമ്പിക്ക്. നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേന നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അത്ര ഉറപ്പുണ്ടായിരുന്നില്ല നല്ല ചേനയായിരിക്കുമോ കിട്ടാമെന്നുള്ളത്. പക്ഷെ നമ്മൾ പറിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചേനയായിരുന്നു നമുക്ക് കിട്ടിയത്. നമ്മൾ ഒരു 8-10 കടയോളം ചേന നമ്മൾ പറിച്ചെടുത്തു. എല്ലാം നല്ല വലുപ്പമുള്ളതും കടയിൽ കൊടുക്കാൻ പറ്റുന്ന നല്ല ചേനകളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഓർഡർ കിട്ടിയപ്പോൾ നമ്മൾ പറിച്ച് നോക്കിയാണ്. നമുക്കിത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണം. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വെള്ളം ഫോഴ്സിൽ അടിച്ചിട്ട് അതിന് മണ്ണൊക്കെ കളയുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ക്ലീൻ ചെയ്താലോ. അതേ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ എല്ലാ ചേനയും നമ്മൾ വെയിലത്തൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കുവാണ്. ജസ്റ്റ് ആ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കടയിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കാം. ചേന നാളികേരം നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്തുള്ള 2 കടകളിലായിട്ടാണ് ചേനയും നാളികേരം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് ബൈക്കുമ്പോൾ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തത് നമ്മുടെ നാളികേരം ഉണ്ടാവും. നമുക്കറിയാവുന്ന ഒരു ചേട്ടനാണ്, സലീമാറിൻ്റെ കടയിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത് നല്ല പരിചയമുള്ള ചേട്ടനാണ് ഉണ്ടാവും. നമ്മൾ നോക്കിയപ്പോൾ 21 കിലോളം ഉണ്ടായിരുന്നു നമ്മുടെ നാളികേരം. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ചേന കൊടുക്കാനാണ്. ചേന നമ്മുടെ ബൈജു എന്ന് പറയുന്ന ചേട്ടൻ്റെ കടയിലാണ് കൊടുത്തത്. 23 കിലോ ഉണ്ടായിരുന്നു നമ്മുടെ ചേന. നമുക്ക് 1 കിലോയ്ക്ക് 45 രൂപ വെച്ചിട്ട് 800 രൂപയാണ് കിട്ടിയത്. അതിലൊരു ചേനയ്ക്ക് മാത്രമേ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം നമുക്ക് ഒഴിച്ചിട്ട് ബാക്കി പൈസയാണ് നമുക്ക് തന്നത്. പിന്നീട് നമ്മൾ അംബൂസിൻ്റെ മുടി വെട്ടാനായിട്ടാണ് പോയത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവന് മുടി ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയിട്ട് വെട്ടുന്നത്. നമ്മൾ തന്നെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു. അവൻ ആ മിററിൽ കൂടെ, ഫ്രണ്ട് മിററിൽ കൂടെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു മുടി വെട്ടുന്നത്. പിന്നെ ആ ചേട്ടൻ പറയുന്നതനുസരിച്ച് അങ്ങോട്ട് തിരിയലും ഇങ്ങോട്ട് തിരിയലൊക്കെ ആയിരുന്നു. മുടി വെട്ടുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു മുടി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.